ചേച്ചിയുടെ അവസരത്തിന് വേണ്ടി ചേച്ചി ഓർമ്മ കൊടുത്തിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കോ ഇങ്ങനെ? ഇന്നലെ നടന്നൊരു ഇൻസിഡന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മനീഷ എന്ന് പറയുന്ന പാട്ടുകാരി, നമുക്ക് ബിഗ് ബോസിൽ നിന്നൊക്കെ അറിയാവുന്ന ഒരു മനീഷ ഉണ്ട്. ആ ഒരു മനീഷയുടെ ഒരു ഇന്റർവ്യൂ ഇന്നലെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. കാരണം ആ ഇന്റർവ്യൂവിൽ വളരെ മോശമായിട്ട് ഉള്ള ബിഹേവിയർ അജിൻ വർഗീസ് എന്ന് പറയുന്ന, നമുക്കറിയാം ആ ഇന്റർവ്യൂവറുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഒന്നും പിടിക്കത്തൊന്നുമില്ല. ചില സമയത്തൊക്കെ ഒരുമാതിരി നമുക്ക് മുത്തിക്കിട്ടൊന്നും കൊടുക്കാനൊക്കെ തോന്നുന്ന രീതിയിലൊക്കെയാണ് ആളുടെ സംസാരം. അപ്പോൾ അതേപോലൊരു സംസാരവും കാര്യങ്ങളൊക്കെ ആ ഇന്റർവ്യൂവിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. കാരണം എന്ന് വെച്ചാല് അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിൻ ആയിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിന്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ നമുക്ക് കുറ്റം പറയാനോ, അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതില് കൃത്യമായിട്ട് മനീഷ ഇങ്ങനെയുള്ള ഇപ്പം ഉയർന്നു വരുന്ന അമ്മയായിട്ട് ഹേമ കമ്മീഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ആള് പറയുന്നുണ്ട് ഇതില് വ്യാജമായിട്ടുള്ള പരാതികളും ഉണ്ട്, അതുപോലെ ജെനുവിൻ ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള പരാതികൾക്കും ഈ വ്യാജ പീഡന പരാതികൾ വരുന്ന സമയത്ത് അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനീഷ പറയുന്നത്. അത് തീർച്ചയായും ശരിക്കുള്ള കാര്യമാണ്. ഒരുപാട് ഇപ്പം നമ്മുടെ നിവിനെതിരെയൊക്കെ വന്നത് വ്യാജ പരാതിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരിക്കും ജെനുവിനായിട്ട് വരുന്ന പരാതികളും കാര്യങ്ങളൊക്കെ എന്താവും, അതിൽ മൂടി പോകാതിരിക്കട്ടെ എന്നാണ് മനീഷ പറയുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. ബാക്കിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, അവന് സത്യം പറഞ്ഞാല് അവന് എന്തോ ഒരു പിരി ഇളകി നിൽക്കുവാണോ, അത് ഇവന് പട്ടാണോ, ഇവനിങ്ങനെ അഭിനയിക്കുവാണോ, അതോ ഇവന്റെ സ്വഭാവം ഇങ്ങനെയാണോ? സത്യം പറഞ്ഞാല് ഞാൻ കണ്ടപ്പോ അതൊക്കെയാണ് ആലോചിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരാളുടെ മുഖത്തോക്കി ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ നമുക്ക് മനീഷ എന്താ പറഞ്ഞത് കൂടി കേൾക്കാം. ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർമ്മ കൊടുത്തിട്ടുണ്ടോ? എന്താ ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ. ഇവന് ശരിക്കും ഇതൊന്നും അല്ല കിട്ടേണ്ടത്. ഇവൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എണീറ്റ് പോയിട്ട് അവന്റെ മുത്തി കിട്ടുമെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം അവനുണ്ട്. ശരിക്കും അവനത് കിട്ടാത്ത കുറവുണ്ട്, അല്ലെങ്കിൽ അവനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി ഒരു മിനിറ്റ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുള്ളത് ഒരുമാതിരിയുള്ള ഇന്റർവ്യൂസ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. സത്യമാണ്. ഇങ്ങനെ ആഗ്രഹമായിട്ട് ഇരിക്കുന്ന ഒരു ഇന്റർവ്യൂവും മര്യാദയ്ക്ക് നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് കാണാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരുമാതിരി ചളിയൊക്കെ അടിച്ച, അല്ലെങ്കിൽ ഒരുമാതിരി വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച, ഒരു പേഴ്സണൽ കാര്യങ്ങൾ കുത്തി 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 ചോദിച്ച് അവരെ കൊണ്ട് അവരെ കരയിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അജിൻ വർഗീസ് എന്ന് പറയുന്ന ആളെ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പലരെയും ഇങ്ങനെ കൊണ്ടുവന്നിരുന്നിട്ട്. അത് തന്നെയാണ് മനീഷ പറഞ്ഞത്. ഒരു മിനിറ്റ് എന്നല്ല, ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക്, നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. അതാണ് നമ്മുടെ മനീഷ് ഈ കാര്യത്തില് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ എന്താണോ അവന്റെ കിട്ടുന്നത് ചോദിച്ചു വാങ്ങിന്ന് പറയാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതും പോരാഞ്ഞിട്ട് അവൻ എഴുതി ന്യായീകരിക്കാണ്. ഞാൻ അങ്ങനെ ചോദിച്ചതാണ്, ഇങ്ങനെ ചോദിച്ചതാണ്, എക്സ്പീരിയൻസ്ഡ് അല്ലേ, എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരെല്ലാം വാതിൽ മുട്ടി തുറന്നു കൊടുത്തിട്ടാണോ കയറുന്നത്? അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും പക്ഷെ എനിക്ക് ഇപ്പോഴും അവസരങ്ങളോ കാര്യങ്ങളോ കിട്ടാത്തത് എന്തുകൊണ്ടാണ്?
ആ ഇതിന് നിൽക്കാത്തത് കൊണ്ടാണ്. അത് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും വൈറലാവാൻ വേണ്ടിയിട്ടോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ ഈ ഇമാതിരി പോക്കിരിത്തരം കാണിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വൈറലാവാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറെ ആൾക്കാരിൽ ഒരുത്തനാണ് ഇവൻ. ഞാൻ ഇവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക് തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുതരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന് അത് തന്നെയാണ് പറയുന്നത്. അവൻ വൈറലാവാൻ വേണ്ടി മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കണത്. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. കാരണം ഇവന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെയാണ്. അവൻ എന്തെങ്കിലും വഴിയൊന്ന് വൈറലാവണം. അപ്പോൾ അതുപോലെ ഇന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും, നാളെ അവരെ പോയിട്ട് എന്താ പറയാ എല്ലാരും വെറുപ്പിക്കും. സത്യം പറഞ്ഞാല് ഇവന്റെ അടുത്ത് ചെന്നുപെട്ടാൽ ഇത് തന്നെയാണ് അവസ്ഥ. പ്രത്യേകിച്ച് മനുഷ്യൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്, അവന് കിട്ടേണ്ടത് തന്നെയായിരുന്നത്. ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കി കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ് എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അത് തന്നെയാണ് നമ്മൾ തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ അവനിട്ടൊന്നും കിട്ടാത്ത കുറവ് അവന് നന്നായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബന്ധമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഇമാതിരി പോക്കിത്തരം കാണിക്കുന്ന ഇവനെ ഒന്നും കിട്ടാത്ത കുറവുണ്ട്. ഇപ്പം ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ മനുഷ്യ വാക്കിലൊതുക്കി. ഇനി ഇതേപോലെ ആരെങ്കിലും വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ അതും എന്ത് ചെയ്യും, ടെലികാസ്റ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യും, ഇവനൊക്കെ നല്ല രീതിയിൽ റീച്ച് ആവാൻ നോക്കും. നെഗറ്റീവ് ആയിട്ടുള്ളൊരു റീച്ച്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള എങ്ങനെ ഇവർ റീച്ച് ആവണം, അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചോദ്യം, നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. അത് കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞത്. അത് നിന്നെ പോലുള്ള ആളുടെ അടുത്ത് ഞാൻ എന്തിനും പറയണം? കാരണം നീ ആരാണത് ചോദിക്കാൻ, അല്ലേ? അത് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് എന്താ പറയാ, നമുക്കറിയാം അയാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ട് ആ ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ ഇങ്ങനെയുള്ള രീതി ചോദിക്കുക. എന്നിട്ട് നമുക്ക് അറിയാവുന്നതല്ലേ, അറിയാവുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ചോദിക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവന് മുത്തി കിട്ടൊന്ന് കിട്ടിയാണ് കേട്ടോ. ഇവന് മുഖത്ത് തന്നെ ഇട്ടൊന്ന് കിട്ടിയാണ്, സത്യമായിട്ടും പറയാം. ഇവൻ എന്നിട്ടും അവിടെ ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ, നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്നേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന അല്ലെ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലാണ് തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാരോട് ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല. അപ്പോ അവന് കിട്ടേണ്ടത് കിട്ടിയപ്പോ അവന് സമാധാനമായി. അപ്പൊ ഇതാണ് പറയുന്നത്, അവന്റെ വീട്ടിലിരിക്കുന്ന അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തും നീ പോയി ചോദിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് കൊണ്ടു. അപ്പോഴത്തേക്ക് അവന് ഭയങ്കര സംഭവം. അപ്പൊ മനീഷിന്റെ അടുത്ത് ചോദിച്ചപ്പോ അതൊരു സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, പക്ഷെ സ്ത്രീ ആണോ എന്ന് ചോദിച്ചപ്പോഴും അവന് കൊണ്ടു. അവനത് നന്നായിട്ട് കൊണ്ടു. ഇത് ചോദിച്ച് എരന്ന് വാങ്ങിയ കാര്യമാണ്. അപ്പോഴത്തേക്ക് അവന്റെ വീട്ടിലിരിക്കുന്നവരെ പറയരുത്, അവന്റെ വീട്ടിലിരിക്കുന്നവരെ പറയരുത് എന്ന് പറഞ്ഞു.
ഇതിനപ്പുറം നീ വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ. കാരണം ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകുന്നത്, ഇവനെ കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ മനീഷ ഈ രീതിയിലേ പറഞ്ഞുള്ളൂ, പക്ഷെ വേറെ ആരെങ്കിലും ആണെങ്കിൽ എണീറ്റ് പോയിട്ട് അവനെ കൊടുക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവൻ ചോദിക്കണത്. എന്തായാലും ഒരു ദിവസം ഇവന് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഇതുമില്ല, എന്തായാലും ഉറപ്പാണ് അവന് കിട്ടുന്നുള്ളത്. എന്തായാലും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം, നമുക്ക് കണ്ടറിയാം ഇവരെ എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ആങ്കറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ കുറിച്ചും മനീഷ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട.